ഹലോ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് റനായാസ് വ്ളോഗ്സ്. അപ്പം നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നുമല്ല, ഒരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പം ഞാൻ ഷോപ്പിങ്ങിനൊക്കെ പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഇന്നൊരു സിംഗിൾ ഷോപ്പിംഗ് ആണ്, സിംഗിളുമാണ് സിമ്പിളുമാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് വെച്ചു, ലഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. കാരണം വെച്ചാൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ പണി ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഷോപ്പിങ്ങിന് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് പോകാറുള്ളൂ. അതാകുമ്പം പിന്നെ നമുക്ക് വന്നിട്ട് നേരെ വന്ന് ഫുഡ് കഴിച്ചാൽ മതിയല്ലോ. അങ്ങനെ പുറത്ത് നല്ല അന്യായ വെയിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ സൺഗ്ലാസൊക്കെ വെച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് കണ്ണിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂടെടുക്കുന്ന പോലെ തോന്നും നമുക്ക്. പിന്നെ സൺസ്ക്രീനൊക്കെ വാരി പൊത്തി അങ്ങനെ പയ്യെ ടാക്സിക്കകത്തൊക്കെ ഞാൻ പിടിച്ചു. അങ്ങനെ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ടാക്സിക്കകത്തിരിക്കുന്നതുകൊണ്ടാണ് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പുറത്ത് നിന്നൊക്കെ എനിക്ക് വീഡിയോ എടുത്ത് ഡെസ്ലോ എന്നൊക്കെ ഉള്ളത് കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയെന്ന് വെച്ചിരുന്നാൽ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇറ്റ്സ് സംതിങ് ലൈക്ക് എ സൂപ്പർ മാർക്കറ്റ്. നമുക്ക് എന്ത് വേണോ ആ സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും കേട്ടോ. ക്രോക്കറി ആണെങ്കിലും കോസ്മെറ്റിക്സ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ എന്ത് സാധനങ്ങളാണെങ്കിലും ഇങ്ങനെ പല വെറൈറ്റിയിലിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഗ്ലാസ് അങ്ങനെയൊക്കെയുള്ള ഏരിയയിലൊക്കെ ഞാൻ വളരെ സൂക്ഷിച്ചാണ് കേട്ടോ ഞാൻ പോയത്. ഇത് കണ്ടോ, പെർഫ്യൂമിൻ്റെ ഒക്കെ ഏരിയ ആണ് കേട്ടോ. ഈ ഗ്ലാസ്സൊക്കെ ഇരിക്കുന്നിടത്ത് ഞാൻ വളരെ ഹാൻഡിൽ വിത്ത് കെയർ ആണ്. കാരണം എന്തെങ്കിലും ഒന്ന് തട്ടി താഴെ വീണ് എല്ലാം കൂടെ നിലത്ത് വീണ് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ ജന്മം മുഴുവൻ ഇവിടെ നിന്ന് പണിയെടുത്താലും ആ കടങ്ങൾ തീരില്ല. അപ്പോൾ അത് കാരണം വളരെ സൂക്ഷിച്ചാണ് ഞാൻ പോയത്. പിന്നെ ഇതൊക്കെ പെർഫ്യൂമിൻ്റെ സെക്ഷനാണ്. ഞാൻ 1-2 പെർഫ്യൂമൊക്കെ സെലക്ട് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ വന്നിങ്ങനെ പെർഫ്യൂമൊക്കെ ഇങ്ങനെ മണത്ത് നോക്കി അതൊക്കെ സെലക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാഗൊന്നും ഞാൻ എടുത്തൊന്നുമില്ല, പക്ഷേ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്നെപ്പോലെ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എൻ്റെ ദൈവമേ അന്നത്തെ ദിവസം വയറ് നിറയാൻ ഏകദേശം ഇതൊക്കെ തന്നെ മതിയല്ലോ. അപ്പോൾ അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് കണ്ടു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഡെസ്ലോ എന്നാണ് കേട്ടോ എൻ്റെ പേര്. ഡെസ്ലോ ഫുള്ള് കണ്ടു. ബാഗ് കണ്ടു, ഡ്രസ്സ് കണ്ടു, അവരുടെ കോസ്മെറ്റിക്സ്. പിന്നെ കോസ്മെറ്റിക്സ് ഒന്നും എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഓക്കെയാണ് കേട്ടോ. കോസ്മെറ്റിക്സ് എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പിൽ പോയി എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു സജഷൻ കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ ഉള്ള കമ്മൽ, മാല അതൊക്കെ ഓക്കെയാണ്, അതിനകത്തൊന്നും വലിയ പ്രോബ്ലം ഒന്നുമില്ല. അങ്ങനെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് വിശക്കുകയും ചെയ്തു, ഞാൻ ടയേർഡും ആയി കേട്ടോ. അങ്ങനെ തിരിച്ച് ഞാൻ റൂമിൽ എത്തി. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫുഡൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സെഷ്വാൻ ഫ്രൈഡ് റൈസൊക്കെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് റൂമിൽ വന്നു, ഒരു പഴയ സിനിമ ഇട്ടു. അങ്ങനെ പഴയ സിനിമയുടെ തുടക്കമാണത്. ടിവിയുടെ സ്ക്രീനിൽ എന്നെ കാണാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു, ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ള വിശേഷങ്ങൾ. ബൈ.